ഹലോ ഫ്രണ്ട്സ്, നമുക്കറിയാം ഇന്ത്യയിലെ പവർ സെക്ടർ കമ്പനികൾ ഫോക്കസിലാണ്. നമ്മുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട പിക്കുകളും NTPC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, PTC ലിമിറ്റഡൊക്കെ നമ്മൾ പലപ്പോഴായിട്ടും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു കമ്പനി, പവർ സെഗ്മെൻറ്റിൽ നിന്ന ഒരു കമ്പനിയായിട്ടുള്ള അദാനി പവർ, അദാനിയുടെ കീഴിലാണ്, അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അദാനി പവറിൻ്റെ Q2 റിസൾട്ട് വന്നിരിക്കുന്നു. ആ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കമ്പനിയുടെ ലോങ് ടേം വിസിബിലിറ്റി വ്യക്തമാക്കുന്നതാണ്. ഈ Q2 റിസൾട്ടിൽ അല്ലെങ്കിൽ Q2 കാലത്തിൽ മാത്രം, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള Q2 കാലത്തിൽ മാത്രം ഏകദേശം വലിയ വലിയ കോൺട്രാക്റ്റുകളിലാണ് കമ്പനി ഏർപ്പെട്ടിരിക്കുന്നത്. അതിലൊന്ന് ബീഹാർ ഡിസ്കോമുമായിട്ടുള്ള 2400 മെഗാവാട്ടിൻ്റെ ലോങ് ടേം പവർ പർച്ചേസിംഗ് എഗ്രിമെൻ്റ് ആണ്. മറ്റൊന്ന് 1600 മെഗാവാട്ടിൻ്റെ മധ്യപ്രദേശ് സർക്കാരുമായിട്ടുള്ള പവർ പർച്ചേസിംഗ് എഗ്രിമെൻ്റ് ആണ്. 570 മെഗാവാട്ടിൻ്റെ കർണാടക ഡിസ്കോമുമായിട്ടുള്ള പവർ പർച്ചേസ് എഗ്രിമെൻ്റ് ആണ്. ഇതൊക്കെയാണ് ഒക്ടോബറിൽ കമ്പനി ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട പവർ പർച്ചേസിംഗ് എഗ്രിമെൻറ്റുകൾ. അതുപോലെ കമ്പനി 600 മെഗാവാട്ടിൻ്റെ വിദർഭ ഇൻഡസ്ട്രീസ് പവർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഏറ്റെടുത്തിരിക്കുന്നു. ഇത് കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് പ്രകാരമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതോടുകൂടി കമ്പനിയുടെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 18,150 മെഗാവാട്ടായിട്ട് അദാനി പവറിൻ്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ ഈ കമ്പനിയുടെ പവർ സ്കെയിൽ വോളിയം ഏകദേശം പവർ സെയിൽ വോളിയം നോക്കിക്കഴിഞ്ഞാൽ എത്ര വൈദ്യുതി വിറ്റു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24.7 ബില്യൺ യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം 22 ബില്യൺ ആണ് കഴിഞ്ഞ ക്വാർട്ടർ 2-ൽ 2025 വിറ്റത്. അപ്പോൾ 2026 സെക്കൻഡ് ക്വാർട്ടറിൽ 24.7 ബില്യൺ യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ ഗ്രോത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത് ഡിമാൻഡ് വളരെ കൂടിയിരിക്കുന്നു. പവർ ഡിമാൻഡ് ഇന്ത്യയിൽ കൂടി വരികയാണ്. നമുക്കറിയാം വർദ്ധിച്ചു വരുന്ന ഒരു എക്കോണമിയുടെ നീഡ് എന്ന് പറയുന്നത് പവറാണ് ബേസ്. അതുപോലെ പവർ സെക്ടറിൽ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് ഇപ്പോഴും ഉണ്ട്. ടോട്ടൽ റവന്യൂവിൽ ചെറിയ വർധനവ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 14,063 കോടി രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 14,308 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ടാരിഫ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ പ്രൈസ്, ഇമ്പോർട്ട് ചെയ്യുന്ന കൽക്കരിയുടെ പ്രൈസിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇബിറ്റയിലും 6,000 കോടി രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 6,001 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. പ്രോഫിറ്റ് സ്റ്റേബിൾ പെർഫോമൻസ് ആണ്. എക്വസിഷൻസ് ഉണ്ടായിട്ടുണ്ട്, എക്സ്പെൻസുകൾ വർദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് കൂടി സ്റ്റേബിളായിട്ട് കമ്പനിക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് വേണം പറയാൻ. ഇബിറ്റ മാർജിൻ ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം 39.6% ഉണ്ടായിരുന്ന മാർജിൻ ഇപ്പോൾ 38.3% കുറഞ്ഞിരിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2,906 കോടി രൂപയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് 3,298 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഈ പ്രോഫിറ്റ് കുറയലിന് കാരണമായിട്ട് പറയുന്നത്. ഒന്ന്, ഡിപ്രീസിയേഷൻ. വലിയ രീതിയിലുള്ള ഫിക്സഡ് അസറ്റ്സ് ഉള്ള കമ്പനിയാണ്. അപ്പോൾ ഡിപ്രീസിയേഷൻ, തേയ്മാനം, അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസസ്, നമ്മൾ ടാക്സ് വരുന്ന ക്വാർട്ടറാണ്, അതൊക്കെ കൊണ്ട് തന്നെ ഡെഫേർഡ് ടാക്സിൻ്റെ എക്സ്പെൻസ് കൊണ്ടാണ് ഇത് രണ്ടും വന്നിരിക്കുന്നത്. കമ്പനി വളരെ സ്ട്രോങ്